അർബഉ നളറാത്തിൻ ഹറാം, 4 തരത്തിലുള്ള നോട്ടങ്ങൾ ഹറാമാണെന്നാണ് ശറഅ് പറയാം. നമ്മുടെ കണ്ണുകളെ കൊണ്ട് 4 തരത്തിലുള്ള നോട്ടങ്ങൾ ഹറാമാണ്. ഒന്ന് അന്നദറത്തുൽ മുതതല്ലിഅ എന്ന് പറഞ്ഞാൽ നമുക്കില്ലാത്ത ഒരു സംഗതി മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് കാണുമ്പോൾ ഒരു എത്തി നോക്കിയിട്ട് എനിക്കും അത് ഉണ്ടാവണം, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എനിക്ക് അവനെ പോലെ ആവാൻ പറ്റിയില്ലല്ലോ എന്ന അസൂയ കണ്ണോടുകൂടെ മറ്റുള്ളവന്റെലേക്ക് നോക്കുന്നതിനെ അന്നദറത്തുൽ മുതതല്ലിഅ എന്ന് പറയും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه. നബിയെ വലാ തമുദ്ദന്ന ഐനൈക, അങ്ങ് കണ്ണുയർത്തി നോക്കേണ്ടതില്ല, അങ്ങ് കണ്ണുയർത്തി നോക്കരുത്. ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും, അവിശ്വാസികളിൽ ഒരുപാട് ആളുകൾക്ക്, പല തരക്കാർക്കും നാം കൊടുത്ത പൈസയും ആഡംബരങ്ങളും സൗകര്യങ്ങളും കാണുമ്പോ നിങ്ങൾ കണ്ണുയർത്തി നോക്കണ്ട നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെക്കാളും ദുന്യാവിന്റെ വിഷയത്തിൽ സൗകര്യങ്ങളും എത്രയോ ആർഭാടങ്ങളും ഐശ്വര്യങ്ങളും അള്ളാഹു അവിശ്വാസികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കേണ്ടതില്ല നബിയെ. സഹറത്തുൽ ഹയാത്തി ദുനിയ, ഈ ഐഹികമായ ലോകത്തിന്റെ ചില ആർഭാടങ്ങൾ. എന്തിന്? ലിനഫ്തിനഹും ഫീഹ്, ആ ആർഭാടത്തിൽ നാം അവരെ പരീക്ഷിക്കുകയാണ് നബിയെ. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് എത്തി നോക്കണ്ട. ചെറിയ വീടുള്ള ഒരാള് വലിയ കൊട്ടാരം കയറ്റി അവന്റെ കൊട്ടാരം നോക്കി ഇങ്ങനെ ഇരിക്കുക. 1 നോട്ടം 2 നോട്ടം ഒന്നും കുഴപ്പമില്ല, അങ്ങ് നോക്കി പോരാണ്. കൊതിയോടുകൂടെ നോക്കുന്നത്, പടച്ചോനെ എനിക്കിത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. അത് വസ്ത്രാണെങ്കിലും വാഹനാണെങ്കിലും വീടാണെങ്കിലും ഭാര്യയാണെങ്കിലും കുടുംബാണെങ്കിലും നാട്ടുകാരാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും രാജ്യമാണെങ്കിലും ഒരുത്ത ഇന്ത്യയുടെ പടച്ചോനെ ഞാൻ ഇന്ത്യക്കാരൻ, ഇതൊരു ബ്രിട്ടീഷ് പാസ്പോർട്ടാണെങ്കിൽ എത്ര ഓണറൈവൽ വിസ കിട്ടുമായിരുന്നു, അതൊന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നോക്കണ്ട, നീട്ടരുത്, എത്തി നോക്കണ്ട. ഒരുപാട് ആളുകൾക്ക് പല തരത്തിൽ അള്ളാഹു സൗകര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഒരു ഗ്രോസറി നടത്തുന്ന ആളാണ്, ഇപ്പൊ നോക്കുന്ന സൂപ്പർ മാർക്കറ്റുകാരൻ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഹൈപ്പറിന്റെ അപ്പുറത്ത് വേറെ വാക്ക് വന്നോ ഇനി? എല്ലാം ഹൈപ്പറാണല്ലേ, ചെറുത് വലുതൊക്കെ ഹൈപ്പർ ആയിരിക്കണം ഇപ്പോ. അപ്പോ ഇങ്ങനെ വലുതിലേക്കുള്ള എത്തിനോട്ടം, സമ്പത്ത് ഒരുപാട് വേണം എന്ന ആഗ്രഹത്തോടുകൂടെ ഇദാമത്തുൻ നളർ തദുല്ലു അലാ ഇസ്തിഹ്സാനിഹി വതമന്നി സവാലിഹി. ഒരു വിഷയത്തിലേക്ക് നിരന്തരമായി കണ്ണ് നമ്മൾ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നു, അത് അയാളിൽ നിന്ന് നീങ്ങിപ്പോവണം, എനിക്ക് കിട്ടണം എന്ന അസൂയയിലേക്ക് അത് വരുത്തി വെക്കും. അതുകൊണ്ട് അസൂയയുടെ നോട്ടം നോക്കരുത് നബിയെ, അത് നോക്കാൻ പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്തിറങ്ങാനുണ്ടായ ഒരു കാരണമുണ്ട്. നബി തങ്ങളുടെ അരികത്തേക്ക് ഒരു ദൈഫ് വന്നു, ഒരു അതിഥി വന്നു. അതിഥി എന്ന് പറഞ്ഞാൽ തന്നെ സമയം നോക്കാതെ കടന്നു വരുന്നവർക്കാണ് അതിഥി എന്ന് പറയാം. നബി തങ്ങളുടെ അടുത്ത് അയാൾക്ക് കൊടുക്കാൻ ഒന്നും ഭക്ഷണമില്ല. അപ്പോ ജൂതന്മാർ അന്ന് മദീനയിൽ താമസിക്കുന്നുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു ജൂതന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ ഒരാളയച്ചു. കുറച്ച് എന്ത് ചെയ്യാ, നമ്മുടെ ഗോതമ്പിന്റെ പൊടി ദഖീഖ് കിട്ടുമോ എന്ന് ചോദിച്ച് നബി തങ്ങൾ ഒരാളയച്ചു. അസ്ലിഫ്നി ദഖീഖൻ ഇലാ ഹിലാൽ റജബ്, റജബ് മാസം വന്നാൽ ഞാൻ തിരിച്ചു തരാം, എനിക്ക് ഒരല്പം റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് അല്ലെങ്കിൽ പൊടി തരുമോ എന്ന് ചോദിച്ചു. ആരോട്? ഒരു ജൂതനോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വാസികളുമായി നബി തങ്ങൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, മുആമലാത്ത് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നബി തങ്ങളുടെ വലിയ ഏറ്റവും വലിയ വിശാല മനസ്സാണ്. നബി തങ്ങൾക്കത് സ്വഹാബിയോട് പറഞ്ഞ ചാക്കുകൾ കടന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കൂലേ? നബി തങ്ങളത് വേണ്ട. അനുയായികൾ നബിയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവരോട് പറയണ്ട, ഇത് നബിക്ക് ബാധ്യതയാണ്. ജൂതൻ നബിക്ക് സ്വതക്ക കൊടുക്കൂലല്ലോ. നബി തങ്ങൾ കാശ് കൊടുത്ത് വാങ്ങാം, ഞാൻ തരാം, എനിക്ക് പൈസക്ക് മതി. നബി തങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമുണ്ടെന്ന് പറഞ്ഞ അൻസ്വാരികളിൽപ്പെട്ട മദീനയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടുകാരറിഞ്ഞിരുന്നുവെങ്കിൽ റൊട്ടി അടക്കം ഉണ്ടാക്കി കൊടുത്തേക്കൂര്. പക്ഷെ നബി തങ്ങൾ ചോദിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം.
പിന്നെ അത് മാത്രമല്ല, അവിശ്വാസികളായ ആളുകളുമായി നമ്മൾ ഇടപാടുകൾ നടത്തുന്നത് ഹറാമാണെന്നൊന്നും പറയരുത്, അത് ജായിസാണെന്ന് വരുത്താനും കൂടിയാണ്. നിങ്ങളുടെ കൂടെ പാർട്ട്നേഴ്സായിട്ടോ അല്ലാതെ ഒരു അമുസ്ലിം ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു കുഴപ്പമില്ല. ഹലാലായ ബിസിനസ്സാണ്, ഓൻ ബിസിനസ് ചെയ്യുന്നു, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ ഖുർആനോത്തും കണ്ടിട്ട് അവൻ മുസ്ലിം ആയേക്കില്ലേ? നബി തങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ 3ഓളം ജൂതന്മാർ ജോലി ചെയ്തിട്ടുണ്ട്. 3 ജൂത ചെറുപ്പക്കാർ നബി തങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ജൂതന്മാരെ പോയിട്ട് അവനാൻ്റെ ആൾക്കാരെ അടുപ്പിക്കാൻ വയ്യ. മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയ കാലാണിത്. ഈ ഇടുങ്ങിയ മനസ്സിനെ ഒന്ന് വിശാലാക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ശ്രമം. അതിന് സമ്മതിക്കാത്ത അവസ്ഥയാണ് ഇപ്പോ. മനുഷ്യന്മാര് ഇങ്ങനെ എട്ടങ്ങാറായിട്ട് മനസ്സിങ്ങട്ട് ഇടുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിന്ന് ആരും പുറത്തു ചാടേണ്ട മനസ്സിനെ കല്ലുപോലെ ഇടുങ്ങിയതാക്കുക. അത് ശരീഅത്തുമായി ബന്ധമുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കാതെ നബി തങ്ങൾ അജൂതനോട് ചോദിച്ചു, എനിക്ക് ദഖീഖ് തരുമോ? അസ്ലിഫ്നി ദഖീഖൻ ഇലാ ഹിലാലി റജബ്. റജബ് മാസമായ ഞാൻ തിരിച്ചു തരാം, എനിക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഗോതമ്പിന്റെ പൊടി വേണം, തരുമോ എന്ന് ജൂതനോട് ചോദിച്ചു. അപ്പോ ആ ജൂതൻ പറഞ്ഞു, ലാ ഇല്ലാ ബിറഹ്നിൻ, ഒരു പണയത്തിനൊരു സാധനം കിട്ടാതെ ഞാൻ തരൂല എന്ന് പറഞ്ഞു ജൂതൻ. പണയത്തിന് പണയം എന്ന് പറയുമ്പോഴേക്ക് നമ്മള് മുത്തൂറ്റുകാരന്റെ ഫൈനാൻസ് അന്ന് ഓർക്കണ്ട. പണയം, സ്വർണ്ണപ്പണയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പണയങ്ങളൊക്കെ ഹറാമിന്റെ പണയങ്ങളാണ്, പലിശയുടെ ഏർപ്പാടുകളാണ്. അന്ന് അങ്ങനെയല്ല. നിങ്ങൾക്ക് പലിശ ഇല്ലാതെ എന്ത് ചെയ്യാം, പണയപ്പെടുത്താം. ഒരാളെ 100 രൂപ വാങ്ങിച്ചു, നിങ്ങളുടെ അടുത്ത് വില പിടിപ്പുള്ളൊരു മൊബൈൽ ഉണ്ട്, നീ പിടിച്ചോ, ഞാൻ പൈസ തരുമ്പോൾ തിരിച്ചെന്നാൽ മതി. അതിന് കുഴപ്പമില്ലല്ലോ, അതിന് കുഴപ്പമില്ല. ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ പലിശയുടെ പണയം ചെയ്യരുത്. ഹാഷാ ദാലിക ലിറസൂലില്ലാഹ്, നബി തങ്ങളത് ചെയ്യൂലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മഹാനായ അബൂ റാഫി റളിയല്ലാഹു അൻഹു ആണ് വിഷയം പറഞ്ഞു കൊടുത്തത്. നബി തങ്ങളോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അജൂതൻ പറഞ്ഞു എന്തെങ്കിലും ഒരു മോർഗേജ്, ഒരു ഗ്യാരണ്ടി വേണമെന്ന് പറയുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അമാ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി ലഅമീനു മൻ ഫിസ് സമാ വ അമീനു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവർക്കും ആകാശത്തുള്ളവർക്കും ഞാൻ വിശ്വസ്തനാണല്ലോ. അള്ളാഹുവിന്റെ വഹി എനിക്ക് വരുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ മാലാഖമാരടുത്ത് ഞാൻ വിശ്വസ്തനാണ്, അള്ളാഹുവിന്റെ ഭൂമിയിലും ഞാൻ വിശ്വസ്തനാണ്. എനിക്ക് പണയപ്പെടുത്താൻ ഒന്നും തരാനില്ല, അങ്ങനത്തെ അവസ്ഥയിൽ തന്നെ എനിക്ക് തരികയോ ഞാൻ വാങ്ങിക്കുകയോ ചെയ്താൽ അതിന്റെ പൈസ സമയമായാൽ ഞാൻ തിരിച്ചേൽപ്പിക്കുമല്ലോ. അതുകൊണ്ട് എന്നിൽ വിശ്വാസമില്ലേ അയാൾക്ക് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹ്. നബിയെ, നിങ്ങൾക്കില്ലാത്ത ഒരു സംഗതി ഒരു അവിശ്വാസിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലില്ലാത്തത് അവിശ്വാസികളുടെ കയ്യിലുണ്ട്. നബിയെ, അത് കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് കണ്ണുയർത്തി നോക്കരുത്. നബിയെ, ഞാൻ ആ കൊടുത്തത് അയാളെ പരീക്ഷിക്കുവാനാണ്, അങ്ങേക്ക് വേണ്ടത് ഞാൻ തരും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ദുനിയാവിന്റെ വിഷയത്തിൽ അങ്ങ് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഇറങ്ങിയ ആയത്താണിത്. വലാ തമുദ്ദന്ന ഐനൈക, കണ്ണുകൊണ്ട് നിങ്ങൾ എത്തി നോക്കരുത്. എങ്ങനെ? അല്ലാഹു തആല മറ്റുള്ളവർക്ക് തന്നെക്കാളും മെച്ചപ്പെട്ടത് ഒരാൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കണ്ട. നമ്മൾ കണ്ണുകൊണ്ടിങ്ങനെ നോക്കി, വളരെ ഒരു സ്പോർട്സ് കാറോ ഫോർ എക്സാമ്പിൾ, വലിയൊരു പാലസോ വലിയൊരു വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട സംഗതിയോ, യാ റബ്ബ്, ഇതൊക്കെ മനുഷ്യന്മാർക്കുള്ളത് തന്നെയാണല്ലോ, ഞാനൊരു മനുഷ്യനാണല്ലോ, എനിക്കിത് കിട്ടിയിട്ടില്ലല്ലോ, ഇതൊന്നും ചിന്തിക്കേണ്ട. ലിനഫ്തിനഹും ഫീ, അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാണ്, അള്ളാഹു അത് പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് അതിലേക്ക് കണ്ണുയർത്തി നോക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പറഞ്ഞു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നോക്കേണ്ടത്, കണ്ണുകൊണ്ട് നോക്കേണ്ടത് നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്കാണ്, നിങ്ങളെക്കാളും സൗകര്യം കുറഞ്ഞവരിലേക്ക്. മഹാനായ അല്ലാമ ഇബ്നു ബത്വാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദീനിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ മേലെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ ഫർള് നിസ്കരിക്കുന്നുണ്ട്, പടച്ചോനെ, അയാൾ ഫർളും റവാത്തിബും നിസ്കരിച്ചല്ലോ, എനിക്കതിനെ പറ്റിയിട്ടില്ലല്ലോ.
അള്ളാഹു അയാള് അത് മാത്രല്ല ഓരോ ദിവസവും ഒരു 2 ജുസ് ഓതുന്നുണ്ടല്ലോ, എനിക്കത് ആയിട്ടില്ലല്ലോ. പടച്ചോനെ, ഇയാൾ 50 റക്അത്ത് ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന ആളാണ്, എന്നെ കൊണ്ടായിട്ടില്ലല്ലോ. ദീനിന്റെ വിഷയത്തിൽ നമ്മളെക്കാളും മേലെയുള്ളവരിലേക്ക് നോക്കുക, ദുന്യാവിന്റെ വിഷയത്തിൽ നമ്മളെക്കാളും താഴെയുള്ളവരിലേക്ക്. റബ്ബേ, എന്റെ വീട് പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ബേജാറാവണ്ട. 2 സെന്റ് ഭൂമി വാങ്ങാത്ത ആൾക്കാരോടുണ്ടല്ലോ, എനിക്ക് ഭൂമി ഉണ്ടല്ലോ, തറ വെച്ചല്ലോ, ചുമര് വെച്ചല്ലോ, വാർത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. ഭൂമി വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ, വീടില്ല. ഭൂമി ഇല്ലാത്തവൻ പടച്ചോനെങ്കിൽ ഭൂമി ഇല്ലാന്നല്ലേ ഉള്ളൂ. കിഡ്നിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്റെ ഹാർട്ടിന് കുഴപ്പമില്ലല്ലോ, എന്റെ ബ്രെയിനിന് കുഴപ്പമില്ലല്ലോ. അൽഹംദുലില്ലാഹ്, എപ്പോഴെങ്കിലും അള്ളാഹു തന്നേക്കും. ഇങ്ങനെ നോക്കിയാൽ എപ്പോഴും മനുഷ്യന് അവനേക്കാളും താഴെയുള്ള ഒരാളെ ഈ ലോകത്ത് കാണാൻ പറ്റും. ഏതൊരാൾക്കും ജോലി ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ജോലിയൊക്കെ ഭയങ്കര ലൂറിങ് ആണ്. ചിലപ്പോൾ എനിക്ക് ബോണസ് കിട്ടി, എത്ര 40,000. പടച്ച റബ്ബേ, ഞാൻ 5 കൊല്ലം ജോലി ചെയ്താൽ കിട്ടൂല 40,000. എനിക്ക് ബോണസ് ഓരോ കൊല്ലം 40,000. നീ നോക്കണ്ട, 6 മാസം ജോലി ചെയ്ത് ശമ്പളം കിട്ടാത്തവൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഓനെ നോക്ക്, 6 മാസം ജോലി ചെയ്തിട്ടുണ്ട്, ശമ്പളം കിട്ടിയിട്ടില്ല. അല്ലെ, ശമ്പളം കിട്ടിയിട്ട് മുഴുവൻ മുതലാളി പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ജോലി തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനത്തെവർ ഇവിടെ അല്ലേ? അവരിലേക്ക് നോക്ക്, മേലുള്ളവരിലേക്ക് നോക്കല്ല. നിന്നെക്കാളും നിഅമത്ത് കൂടുതൽ കിട്ടിയവരിലേക്ക് ദുന്യാവിന്റെ വിഷയത്തിൽ നോക്കരുത്. ദീനിന്റെ വിഷയത്തിൽ പടച്ചോനെ, ഞാൻ അയാളെപ്പോലെ ആയിട്ടില്ലല്ലോ, എനിക്ക് അത്ര ആയില്ലല്ലോ, അങ്ങനെ ഞാൻ ചിന്തിക്കേണ്ടത്. അതാണ് ഈ ഹദീസിന് അർത്ഥമെന്ന് അല്ലാമ ഇബ്നു ബത്വാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും. ഭയങ്കര സമാധാനമായിരിക്കും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ സമാധാനം, ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. നമ്മളെക്കാളും സൗകര്യം കുറഞ്ഞവരിലേക്ക് നോക്കി. എപ്പോഴും അങ്ങനെയാ. നമ്മൾ വീട് വെച്ചു, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾ വിചാരിച്ചു. നമ്മുടെ തൊട്ട അയൽപക്കത്ത് അതിനേക്കാളും വലിയൊരു വീട് വന്നാൽ നമ്മുടെ വീട് നമുക്ക് കണ്ണു പിടിക്കാതാവുന്നുണ്ട്. നമ്മളൊരു വാഹനം മേടിച്ചു, ഒരാൾക്ക് അതിനും വലുതുണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പടച്ചോനെ, എനിക്കതില്ലല്ലോ, എനിക്ക് അത്ര ആയില്ലല്ലോ, ഇങ്ങനെ ചിന്തിക്കരുത്. എപ്പോഴും താഴേക്ക് നോക്കി. ഇതൊന്നും ഇല്ലാത്തവരോടുണ്ട്, ഒന്നുമില്ലാത്തവരോടുണ്ട്. അള്ളാഹുവിന് ശുക്ർ ചെയ്യും. അള്ളാഹു നമുക്ക് തന്ന സൗകര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാഹ്. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഫൗഖകും വദാലിക ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഒരുപാട് നിഅമത്തുകൾ നിങ്ങൾ നിസ്സാരമായി കണ്ടേക്കും. അങ്ങനെ ആവരുത്. കുട്ടികളില്ലാത്തവര്, കുട്ടികളുള്ളവര്, കുട്ടികളില്ലാത്തവരിലേക്ക് നോക്കുക. കുട്ടികളില്ലാത്തവര് പടച്ചോനെ കല്യാണം കഴിക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ടല്ലോ. ഇന്നലെ അങ്ങനെ ഒരു അവസ്ഥ നാട്ടിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. ഒരു ചെറുപ്പക്കാരനാണ്, പക്ഷേ വളരെ പ്രയാസമുള്ള ഒരു അവസ്ഥയിലാണ്. മുഖപ്രകൃതം, പൈസയൊക്കെ ഉണ്ട്. ഒരു പെൺകുട്ടി പുതിയണ്ണായിട്ട് ഭാര്യയായിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്ത് സമ്പത്ത് വേണമെങ്കിലും കൊടുക്കാം. കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി, പക്ഷെ ആരും കണ്ടാൽ ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു പ്രകൃതമുള്ള ചെറുപ്പക്കാരൻ. എന്താ അവസ്ഥ? അതൊക്കെ അള്ളാഹു നമ്മുടെ കൺമുമ്പിൽ തരുന്നതേ. പടച്ചോൻ, എനിക്ക് ഇണയെ കിട്ടിയല്ലോ, എനിക്ക് ഭാര്യയെ കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്. അത് കിട്ടാത്തവരുണ്ടല്ലോ, സാധ്യമാകാത്തവരുണ്ടല്ലോ. താഴേക്ക് നോക്കി, അതിനപ്പുറത്തേക്ക് 5-8 കൊല്ലമായിട്ട് കല്യാണം ആലോചിക്കുക. ഇതൊന്നും ഒരു ഡിമാൻഡും ഇല്ല. ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്നാൽ അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കും. ഇഷ്ടം പോലെ മുതലുണ്ട്. ജില്ലെന്ന് ഞാൻ പറയില്ല, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ചെറുപ്പക്കാരന് യോജിച്ചൊരു ഇണയെ കിട്ടാൻ. അത്രയും പ്രയാസമുള്ളൊരവസ്ഥയിലാണ് അവരുടെ മുഖപ്രകൃതം. അതുകൊണ്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു താല അദ്ദേഹത്തിന് എന്താണോ ഖൈർ അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അവരുടെ ജ്യേഷ്ഠനെ വിളിച്ച് സംസാരിച്ചിരുന്നു, ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. വല്ലാത്തൊരവസ്ഥയിൽ എപ്പോഴും താഴേക്ക് നോക്കുക. നമ്മളെക്കാളും വിഷമിക്കുന്നവർ താഴെ കിടക്കുന്നുണ്ട്.